ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിതാന്ത്യം വരെ തഖ്വയിൽ ഉറച്ച് നിലകൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ നാഥൻ അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരികയും ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെയും സത്യവിശ്വാസികളെ, അള്ളാഹു പവിത്രമാക്കിയ ചിലത് ഈ ലോകത്തുണ്ട്. അള്ളാഹു ആദരിക്കുകയും അള്ളാഹു വിശ്വാസികളുടേതായി നൽകുകയും ചെയ്തത് നമ്മളാൽ കഴിയുന്ന വിധം എന്നല്ല, അതിനുമപ്പുറത്ത് നമ്മുടെ സർവശക്തിയും സംഭരിച്ച് അത് സംരക്ഷിച്ചു പോരേണ്ടുന്നത് അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത നമ്മുടെ പ്രതിജ്ഞയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. മക്കയും മദീനയും ഒക്കെ അള്ളാഹുവിന്റെ ഹറമുകളാണല്ലോ. മക്കയും മദീനയും മാത്രമല്ല അള്ളാഹു ഹറമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് വെള്ളിയാഴ്ചകളില് വിശ്വാസികൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിന് തൊട്ട് മുമ്പുള്ള സൂറത്താണ് സൂറത്തുൽ ഇസ്രാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഈ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സ വരെ രാത്രി സഞ്ചരിപ്പിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്. ആയത്ത് അവസാനിക്കുമ്പോൾ നാദം പറഞ്ഞു വെക്കുന്നത് ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്. എല്ലാം അള്ളാഹു കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അതിനൊക്കെ അപ്പുറത്ത് ഈ ഭൂമികയുടെ പ്രത്യേകത പറഞ്ഞിട്ട് അള്ളാഹു ഇന്നഹു സമീഉൽ ബസീർ എന്ന് പറയുമ്പോൾ സവിശേഷമായിട്ട് അവിടെ നടക്കുന്ന ചിലത് അള്ളാഹു, ചിലതല്ല, അവിടെ നടക്കുന്നതെല്ലാം അള്ളാഹു കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം. പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു അജ്ഞനല്ല എന്നർത്ഥം. 1967 മുതൽ അല്ലെങ്കിൽ 1948 ആദ്യത്തെ നഖ്ബ ഫലസ്തീനികളെ അവരുടെ നാട്ടിലും ജന്മനാട്ടിൽ നിന്നും പുറന്തള്ളിയതിനെ സംബന്ധിച്ചിട്ട് പറയുന്നൊരു വാക്കാണ് ഈ നഖ്ബ എന്നുള്ളത്. അവരുടേത് മാത്രമായിരുന്ന ഭൂമിയിൽ നിന്നും അവിടേക്ക് കടന്നു വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നാട് വിട്ടു പോരേണ്ടി വന്നിരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിയൊഴിപ്പിക്കലുകൾ 7 പതിറ്റാണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞു 70 വർഷം കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഫലസ്തീനിലെ നമ്മളുടെ സഹോദരങ്ങൾ അവര് അസ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതിനെ അസ്വാതന്ത്ര്യം എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. കഠിന പീഡനങ്ങളിലേക്ക് അവർ എടുത്തെറിയപ്പെടുകയായിരുന്നു. ഇന്നും 70 കൊല്ലം കഴിഞ്ഞെങ്കിലും ഇന്നും വെസ്റ്റ് ബാങ്കിലെയും, വെസ്റ്റ് ബാങ്ക് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ വെസ്റ്റ് ബാങ്ക് ഏതോ ഒരു സ്ഥലം എന്ന് വിചാരിക്കും. വെസ്റ്റ് ബാങ്ക് എന്ന വാക്കിനെ അറബിയിൽ പറയുന്നത് അൽ ഖുദുസ്, അഷ്റഖുൽ ഖുദുസ് എന്നാണ്. കിഴക്കൻ ജെറൂസലം എന്ന് പറയാറ്. ജെറൂസലം എന്ന വാക്ക് ഖുദുസ് എന്നതിന്റെ നേരർത്ഥമാണ്. അപ്പൊ ഖുദുസിന്റെ കിഴക്ക് ഭാഗം എന്നാണ് ഈ വെസ്റ്റ് ബാങ്കിന്റെ അർത്ഥം. വെസ്റ്റ് ബാങ്കിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾക്കിപ്പോ ആ വാർത്തകൾ കേൾക്കാൻ താല്പര്യമില്ലാതെ വാർത്തകൾ. അതിങ്ങനെ ലോകത്ത് സംഭവിക്കുന്ന ചില റഷ്യ യുക്രൈൻ യുദ്ധം പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്ന് മാത്രം വിചാരിച്ചു പോവാണ്. ഫലസ്തീനില് ഇന്ന് മുസ്ലിങ്ങൾക്ക് നിയന്ത്രണം എന്ന് പറയാൻ കഴിയില്ല. കുറച്ചെങ്കിലും മുസ്ലിങ്ങൾ താമസിക്കാൻ അവർക്ക് അനുവാദമുള്ള 2 സ്ഥലങ്ങളിലൊന്നാണ് ഈ വെസ്റ്റ് ബാങ്കും
പിന്നെ സമ്പൂർണമായി നശിപ്പിക്കപ്പെട്ട ഗാസ സ്ട്രിപ്പ്. ഈ രണ്ട് സ്ഥലങ്ങളിലും വല്ലാതെ പ്രയാസത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന ഫലസ്തീനിലെ ജനങ്ങൾ. അവസാനമായിട്ട് ഈ 2023 ഒക്ടോബർ 7 നടന്ന ഇസ്രായേലിന്റെ അധിനിവേശത്തിന് ശേഷം 2023 ഒക്ടോബർ 7 നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലരും പറയുക അത് ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി എന്നാണ് പറയുക. അതല്ല അതിന്റെ ശരി. ഈ പറഞ്ഞ നേരത്തെ 1948 ശേഷം മുതൽ ഇങ്ങോട്ട് നടക്കുന്ന ഇസ്രായേലിന്റെ പലസ്തീനിലേക്കുള്ള അവരുടെ കടന്നുകയറ്റവും അധിനിവേശവും അതിങ്ങനെ തുടർന്ന് വന്നതിന്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ 27 സംഭവിച്ചത്. പിന്നെ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ലോക മീഡിയകൾ ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്നു വെക്കുന്നുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ ഏതെങ്കിലുമൊക്കെ തുറന്നു വെച്ചു കഴിഞ്ഞാൽ ഫലസ്തീനികളുടെ അവരുടെ പ്രയാസത്തിന്റെ കഷ്ടപ്പാടിന്റെ ലൈവ് കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അവ പൂർവോപരി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങളൊക്കെ. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി, അതുകൂടാതെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ധാരാളം സമിതികളുണ്ട്. ഈ സമിതികളൊക്കെ അന്താരാഷ്ട്ര മേധാവിത്വ ശക്തികളടക്കം ഫലസ്തീൻ പ്രശ്നത്തെ പിന്തുണയ്ക്കാനുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പിന്തുണ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രയേലിനൊപ്പം അല്ല ഐക്യരാഷ്ട്രസഭയും ഈ പറഞ്ഞ ആളുകളൊക്കെ ഫലസ്തീനൊപ്പമാണ്. ഇത്രയും ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ അത് നിവൃത്തികേട് കൊണ്ടൊരു പക്ഷെ അവർ ചെയ്യുന്നതാവാം. കാരണം നീതി അങ്ങനെ പച്ചയ്ക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവിടെ മനസ്സ് ഏത് പക്ഷത്താണെന്നുള്ളത് പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രഖ്യാപനങ്ങൾക്കൊന്നും സ്വീകാര്യതയില്ലാതെ അല്ലെങ്കിൽ അതിന് വിലയില്ലാതെ പോകുന്നത്. അപ്പൊ ഈ പിന്തുണയൊക്കെ നിലനിൽക്കുമ്പോഴും ഗസ കുടിയൊഴിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു, ശ്മശാന ഭൂമികയായി മാറി. വെസ്റ്റ് ബാങ്ക് ഇപ്പോഴും ഇസ്രയേൽ അവിടെ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദിനേനെ. അത് പുതിയ വാർത്തയല്ല. ഏതെങ്കിലും ഒരു സംഭവങ്ങൾ പെട്ടെന്ന് സംഭവിക്കുമ്പോഴത്തേക്കാണ് വാർത്തയാവുക. പക്ഷെ ഇത് വാർത്തയാകാനില്ല. അവിടെ അങ്ങനെ തന്നെയാണെന്നും അവരെ പുറത്താക്കാനായിട്ട് കഠിന പരിശ്രമമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഭൂമി എന്നുള്ളതാണ്. ഫലസ്തീനികൾക്ക് അവരുടെ ഭൂമിയിലുള്ള അവകാശം തെളിയിക്കുന്ന അന്താരാഷ്ട്ര പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഫലസ്തീനികളെയാണ് ആളുകളൊക്കെ കടന്നുകയറ്റക്കാരായിട്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനല്ല, ആ ഭൂമി അവരുടേതാണെന്ന് നേരത്തെ പറഞ്ഞ ഐക്യരാഷ്ട്രസഭയുടെയും അതിനെ പിന്തുണയ്ക്കുന്ന അവരുടെ കീഴിലുള്ള ഏജൻസികളുടെയും അന്താരാഷ്ട്ര രാഷ്ട്രങ്ങളുടെയും ഒക്കെ പിന്തുണ ഈ വിഷയത്തിൽ നിലനിൽക്കുമ്പോഴും ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അനധികൃത കുടിയേറ്റങ്ങളെന്ന് ലോക മനസ്സാക്ഷി പറയുന്നുണ്ടെങ്കിലും ഫലസ്തീനിന്റെ ഭൂമിയിലേക്ക് ഇപ്പോഴും ഇസ്രായേൽ കടന്നു കയറി സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഇസ്രായേലി പൗരന്മാർക്ക് താമസിക്കാനുള്ള അതിങ്ങനെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനികളുടെ വീട്ടിലേക്ക് നേരിട്ട് കടന്നു കയറി, ഞാൻ ഗസയെ കുറിച്ചല്ല പറയുന്നത്, ഗസ ഇപ്പോ തരിശു ഭൂമിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ബോംബിട്ടിട്ട്. വെസ്റ്റ് ബാങ്ക് ആ ഒരു നിലക്കായിട്ടില്ല. പക്ഷേങ്കിൽ ഇപ്പോഴും അവിടെ നിർബാധം അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി, അവരുടെ ധനം കണ്ടുകെട്ടി, വീടുകൾ പൊളിച്ചു നീക്കി, ബലം പ്രയോഗിച്ച് വെസ്റ്റ് ബാങ്കിലുള്ള ഫലസ്തീനികളെ അവരുടെ വീടുകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ ഏതെങ്കിലും നിലക്ക് ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്ന കുട്ടികളടക്കമുള്ള ഫലസ്തീനികളെ ഇസ്രയേൽ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അധിനിവേശം എങ്ങനെയാണ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അധിനിവേശം എന്നുള്ളത് ഒരാളുടെ വീട്ടിലേക്ക് കടന്നു കയറണമല്ലോ. ഒരു നാട് മൊത്തം, രാജ്യം മൊത്തം കീഴടക്കി കഴിഞ്ഞാലും അവിടെ താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ആളുകൾ, ഇന്ത്യൻ നിവാസികൾ ഇത്തരത്തിലൊരു അധിനിവേശം നേരിട്ടിട്ടില്ല. ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴത്തേക്കും ഇന്ത്യ എന്ന രാജ്യം മാത്രമേ അവിടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും വീട് നമ്മളുടേതായിരുന്നു. നമ്മുടെ വീട് നമുക്ക് പാർക്കാമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുത്തുകൊണ്ട് ഈ നാട്ടിൽ പാർക്കുന്നതിന് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ലായിരുന്നു. ഭരണം അവരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫലസ്തീന്റെ അവസ്ഥ അതല്ല. ആ നാട് ഇസ്രയേൽ കീഴ്പ്പെടുത്തിയെന്ന് മാത്രമല്ല, അവിടെ വീട് വെച്ച് പാർക്കുന്ന പരമ്പരാഗതമായി ആ നാട്ടിൽ താമസിക്കുന്ന പാവം ഫലസ്തീനികളുടെ വീട്ടിൽ നിന്നും കുടിയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ നിന്ന് പിടിച്ചു പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്.
അവരെ പിടിച്ചുകിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. ആ സ്ഥലം ഉടനെ ബുൾഡോസർ വരുന്നു, അതിനെ തച്ച് തകർക്കുന്നു. അവിടെ പുതിയ ജൂത സെറ്റിൽമെന്റുകൾ ഉയരുകയാണ്. മർദ്ദിതരെന്ന് ലോകത്ത് പറയാൻ കഴിയുമെങ്കിൽ ഇന്ന് ഫലസ്തീനിലെ ജനങ്ങളെ കുറിച്ചാണ് ആ വാക്ക് ഏറ്റവും യോജിക്കുക. മർദ്ദിതരായ ഫലസ്തീൻ ജനകൂടികൾ. ഭീകരമായ നിയമലംഘനങ്ങളും കുറ്റകൃത്യങ്ങളുമാണ് ഈ നാട്ടിൽ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇത് ചെയ്യാണ്. ഇസ്രായേല് ഇത് രാഷ്ട്രം എന്നൊക്കെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ തെമ്മാടികൾ കൂടി ഒരു രാഷ്ട്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ശരിക്കും ആ ഒരു രാഷ്ട്രം. ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളും പരിഗണിക്കാതെ, ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ പരിഗണിക്കാതെ അനിയന്ത്രിതമായിട്ട് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, മനുഷ്യൻ ചെയ്യാനറയ്ക്കുന്ന സകല തിന്മകളും ഈ ഒരു പാവം മനുഷ്യർക്ക് നേരെ ചെയ്യുമ്പോഴും അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ഇതിനെയൊക്കെ കണ്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഞാനിതെന്താണ് ഇന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് നവംബർ 29 വെള്ളിയാഴ്ചയാണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് സോളിഡാരിറ്റി വിത്ത് പാലസ്തീനിയൻ പീപ്പിൾ. ഐക്യരാഷ്ട്രസഭ ഈ ദിവസത്തെ ആചരിക്കുന്നത് ഇങ്ങനെയാണ്. ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യ ദിനമാണിന്ന്. നമ്മൾ വായിക്കുന്നില്ല, കാണുന്നില്ല, പത്രങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല, വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ ദിനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് വരുന്നില്ല. ഒരു വാലന്റൈൻ ഡേ വരുമ്പോഴത്തേക്കും പിന്നെ വരുന്നതിന് ഒരാഴ്ച മുന്നേ പിന്നെ മൊത്തം അതിന്റെ ചർച്ചകളായിരിക്കുമല്ലോ. ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നവംബർ 29 ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യ ദിനമായി ആചരിക്കണമെന്ന് 1977 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി തീരുമാനിച്ചതാണ്. അന്ന് മുതൽ എല്ലാ വർഷവും ഇതിന്റെ ആചരണം ഐക്യരാഷ്ട്രസഭയുടെ കലണ്ടറിൽ ഇതിങ്ങനെ വരാറുണ്ട്. പക്ഷെ ലോകം അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. കാരണം അവകാശങ്ങളൊന്നും അർഹിക്കാത്ത ആളുകളാണല്ലോ ഫലസ്തീനികൾ എന്നുള്ളതാണ്. അവർക്ക് എന്ത് അവകാശങ്ങൾ എന്നുള്ളതാണ്. മൃഗങ്ങൾക്ക് എന്ത് അവകാശങ്ങൾ എന്ന് പോലും ഒക്കെ അത് ചോദിക്കാണ്. മൃഗങ്ങൾക്ക് അവകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ഫലസ്തീനികളുടെ അവകാശത്തെ കുറിച്ച് മിണ്ടാൻ പാടില്ല. ഈ വർഷത്തെ ഈ ഫലസ്തീൻ സോളിഡാരിറ്റി ദിനം കടന്നു വരുമ്പോൾ ഇസ്രായേൽ അധിനിവേശത്തിന്റെ നിരന്തരമായ ക്രൂരമായ ആക്രമണത്തിന് ഫലസ്തീൻ ജനത സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെ വിശേഷിപ്പിക്കണം എന്നെനിക്കറിയില്ല. ഞാൻ ആ വിശേഷിപ്പിക്കുന്ന വിശേഷണം ഒട്ടും കൂടുകയില്ല എന്ന് നിങ്ങൾക്കും അറിയാം. കഠിനമായ വേദനാജനകമായൊരു സാഹചര്യത്തിലൂടെയാണ് ഗസ സ്ട്രിപ്പ് കടന്നു പോകുന്നത്. ഗസ മുനമ്പ്, ഫലസ്തീന്റെ അറ്റത്തുള്ള കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ചിന്ത്, ഇതാണ് ഗസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏറെക്കുറെ 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഭൂപ്രദേശം. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനുഷികമായ മര്യാദകളുടെയും നഗ്നമായ ലംഘനം ആ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാശി കണ്ട ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യത്തിനു മുന്നിൽ അന്താരാഷ്ട്ര സമൂഹം നിസ്സംഗതയോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇടപെടുന്നില്ലല്ലോ, ആരും ഇടപെടുന്നില്ല. ഇതുവരെയുള്ള മരണസംഖ്യ കണക്കുകൂട്ടുമ്പോൾ ഇന്നലെ വരെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഔദ്യോഗിക കണക്ക് പറയുമ്പോഴത്തേക്കും മരണസംഖ്യ ഇതുവരെ 44,330 ആയിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 27 തുടങ്ങിയപ്പോൾ നവംബർ 29 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഔദ്യോഗികമായ മരണസംഖ്യ, മരിച്ച ആളുകളാണ്, രോഗം വന്ന് മരിച്ചതല്ല. ഇസ്രയേലിന്റെ നരനായാട്ടിൽ രക്തസാക്ഷികളായ ഫലസ്തീനിലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകളുടെ ഔദ്യോഗിക എണ്ണമാണ് 44,330 ആളുകൾ എന്നുള്ളത്. കണക്കിന് ഉൾക്കൊള്ളാൻ പറ്റും. മരിച്ച ആൾക്കാരുടെ എണ്ണ, കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം ഒരു കൊല്ലത്തിനിടക്ക്. പരിക്കേറ്റവരുടെ എണ്ണത്തെ കുറിച്ച് പറയുന്നത് 1,04,880 ആളുകൾ. ഇതൊക്കെ സിവിലിയന്മാരാട്ടോ. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഹമാസിന്റെ പോരാളികളാണെന്ന് വെച്ചാൽ ഹമാസിന്റെ പോരാളികൾ ഈ കൂട്ടത്തിലുണ്ടാവും, ഇല്ലെന്നല്ല. കാരണം അവര് ഒളിച്ചിരിക്കുന്ന ആളുകളല്ലല്ലോ. അവര് ഫലസ്തീനിലെ സിവിലിയന്മാരെ ചാകാൻ പെട്ടിട്ട് തുരങ്കത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്നുള്ള പ്രചാരണമാണ് മഹാനായ സിൻവാറിന്റെ രക്തസാക്ഷ്യത്തിൽ നമ്മൾ കണ്ടത്. അത് വേറെ കഥയാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആ നാട്ടിലെ പാവ മനുഷ്യന്മാര്, സിവിലിയന്മാർ, പോരാട്ടത്തിൽ ഒരു നിലയ്ക്കും പങ്കെടുക്കുന്നില്ലാത്ത ആളുകൾ, അവരുടെ മേലേക്കാണ് ഇസ്രായേൽ ഈ ബോംബ്, മിസൈലും ആറ്റം ടാങ്കിൽ നിന്നുള്ള വെടിയുണ്ടകളും വർഷിച്ച് ഈ ആളുകളെ കൊന്നു നടക്കുന്നത്.
ഫലസ്തീനിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഈ കണക്ക് അന്താരാഷ്ട്ര മീഡിയകൾ തള്ളിക്കളയുന്നില്ല. ഇതൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പ്രസിദ്ധ ഒരു മെഡിക്കൽ ജേണൽ ഉണ്ട്, ലാൻസെന്റ് എന്ന് തന്നെ പറയാം. ലാൻസെന്റ് പ്രസിദ്ധീകരിച്ച അവരുടെ ഒരു ഔദ്യോഗിക ലെറ്ററിൽ ഈ യുദ്ധം അവസാനിക്കുമ്പോ മരണത്തിന്റെ കണക്ക് ലാൻസെന്റ് മെഡിക്കൽ ജേണൽ പുറത്തുവിടുന്നുണ്ട്. യുദ്ധം അവസാനിച്ചിട്ടില്ല. ഒരു 4 മാസം മുന്നേ ലാൻസെന്റ് മെഡിക്കൽ ജേണൽ തയ്യാറാക്കിയ അവരുടെ റിപ്പോർട്ടിൽ 4 മാസം മുന്നേ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ യുദ്ധം അവസാനിക്കുമ്പോ 1,86,000 ആളുകൾക്ക് ജീവഹാനി വന്നിട്ടുണ്ടാകുന്ന യുദ്ധത്തിന്റെ കെടുതികളെ തുടർന്നിട്ട് 1,86,000 ആളുകൾ ഈ കൊച്ചു സ്ഥലത്തിൽ 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു നാട്ടിൽ നിന്നും കൊല്ലപ്പെടുമെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഞെട്ടൽ വരുന്നില്ല, അന്താരാഷ്ട്ര സമൂഹത്തിന് ഞെട്ടൽ വരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഫലസ്തീനിന്റെ പ്രശ്നത്തെ സംബന്ധിച്ച്, അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വളരെ കാലമായി കഷ്ടപ്പെടുന്ന ഈ പീഡിത ജനതയെ സംബന്ധിച്ച്, അവരോട് ഐക്യപ്പെടുന്നതിനെ സംബന്ധിച്ച്, അതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര സമൂഹത്തെ നമുക്ക് എങ്ങനെ ബോധവൽക്കരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെന്നറിയില്ല. ഇവരെങ്ങനെ ബോധവൽക്കരിക്കേണ്ടത് ബോധമില്ലാത്തവരെ സംബന്ധിച്ചിട്ടാണല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ. നമുക്കിത് പറയാമെന്ന് മാത്രം. ഇതിനെ ആചരിക്കുന്ന ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ നീതിയുക്തമായ നിലക്ക് ഇതിന്റെയൊക്കെ പിന്തുണ നമുക്ക് കിട്ടി. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നത്? ഒറ്റ പ്രശ്നത്തിന്റെ ഒരു പരിഹാരമേ ഉള്ളൂ. അമേരിക്ക അടക്കം സമ്മതിക്കുന്ന ഒരു സംഗതിയാണ്. ഇസ്രായേലിന് സകല പിന്തുണ അമേരിക്ക നൽകുമ്പോൾ അമേരിക്ക അടക്കം സമ്മതിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ കിഴക്കൻ ജെറൂസലം തലസ്ഥാനമായിട്ട് സ്വതന്ത്ര പലസ്തീൻ പിറക്കണം. അന്ന് മാത്രമേ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. അല്ലാത്ത കാലത്തോളം അവരുടെ നാടിന്റെ മോചനത്തിനു വേണ്ടി, പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ മോചനം മാത്രമല്ല, ഞാൻ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ആദ്യം ഓതി വെച്ച് അതിനു വേണ്ടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ കീഴിൽ നിന്നും ഈ നാട് രക്ഷപ്പെടുക എന്നുള്ളൊരു സ്വാതന്ത്ര്യദാഹത്തിന്റെ ഭാഗമായിട്ടല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 7 ഹറമുകൾ എന്നുള്ള വർത്താനം തന്നെ നിർത്തണം. 2 ഹറമുകളല്ല, 3 ഹറമുകളാണുള്ളത്. പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള എളുപ്പവഴിയാണ് ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ, അല്ലേ? പരിശുദ്ധ 2 ഹറമുകളുടെയും പരിപാലകൻ. 3ാമത്തെ അവിടെ പോയി. 3ാമത്തെ ഹറമുക്ക് വേണ്ടെന്നാണോ? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തെ സംബന്ധിച്ചിട്ട് മുബാറക് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് ഈ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിട്ടാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു. ഈ ഖുദ്സ് ഉണ്ടല്ലോ, ഈ ഖുദ്സിന്റെ പരിസര പ്രദേശങ്ങള് ബാറക്നാ ഹൗലഹു, അതിന്റെ 4 വശവും അതിന്റെ ചുറ്റുപാടും നാം അനുഗ്രഹിച്ച നാടാണ് അള്ളാഹ് പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ. അല്ലെങ്ങനെ വെറുതെ ഖുർആനിൽ പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞതല്ല, അവിടെ പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ നാടിന്റെ മഹത്വം പറഞ്ഞതല്ല അള്ളാഹു എന്ന്. അള്ളാഹു ലോകത്തെ ചിലത് മഹത്വപ്പെടുത്തുന്നുണ്ട്. ആ മഹത്വത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് വിശ്വാസപരമായി നമ്മളുടെ ബാധ്യതയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നിലനിൽക്കാൻ ഒരു അർഹതയുമില്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത്. നിലനിൽക്കാൻ ഒരു അർഹതയുമില്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ. ഇത് നമുക്കാദ്യം ബോധ്യം വരണം. നമുക്കിപ്പോഴും ബോധ്യം വരുന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് ബോധ്യം വരുന്നില്ല. ഇത് ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ, പല ആളുകളുടെയും മനസ്സിലുള്ളത് നമ്മളെന്തോ ആവശ്യമില്ലാത്ത വംശീയത പറയുന്നുണ്ട്, നമ്മുടെ ഒരു മുസ്ലിം പക്ഷപാതിത്വം പറയുക എന്നുള്ളതാണ് പലരുടെയും ധാരണ. അല്ല, ഇസ്രായേൽ നിലനിൽക്കാൻ അവകാശമില്ലാത്ത രാജ്യമാണ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല. ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരൂരിൽ നടന്ന പുരോഗമന കലാസാഹിത്യ സംഘം തിരൂരിൽ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാവ് സഖാവ് കെ ജയദേവൻ, അദ്ദേഹത്തിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ പരന്നു നടക്കുന്നു, നിങ്ങൾ കേട്ട് നോക്കണം. അദ്ദേഹം പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പോലെ ഭാഗം വെപ്പിന്റെ പേരിൽ രണ്ടായ ഒരു രാജ്യമല്ല പലസ്തീൻ ഇസ്രായേൽ. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം. ഇന്ത്യ പാകിസ്ഥാൻ എന്നൊരു ഭാഗം വെപ്പാണ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചൊരു നാട്ടിൽ വാർത്തപ്പെടുത്തേക്ക് ഇദ്ദേഹം പറയുന്നത് ഒരു തറവാട്ടിൽ ഒരുമിച്ച് വാർത്തുകൊണ്ടിരിക്കുന്നു, ഏട്ടനും മനുജനും സഹോദരിയൊക്കെ. അപ്പൊ അച്ഛൻ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ വീട്ടിൽ ഒരുമിച്ച് പാർക്കാൻ ആളുകൾ തയ്യാറാകാതാവുമ്പോ എന്ത് ചെയ്യും? വീടിന്റെ കുറച്ചു മൂല ഏട്ടന് കൊടുക്കും, ബാക്കി അനുജന് കൊടുക്കും, ബാക്കി പെങ്ങന്മാർക്ക് വെച്ചു കൊടുക്കും, സ്ഥലം കുറച്ച് അവർക്ക് വിട്ടുകൊടുക്കും. അങ്ങനെ ഭാഗം വെച്ചു പോകുമല്ലോ. അങ്ങനത്തെ ഒരു ഭാഗം വെപ്പാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ പാകിസ്ഥാന്റെ വിഷയത്തിൽ നടന്നത്. ചില ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീന്റെ വിഷയം ഇങ്ങനെ തന്നെയാണെന്നാണ്. അല്ല, ഒരിക്കലും
ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാരവിടേക്ക് കുടിയേറി പാർത്തതാണ്. ഇസ്രയേൽ ലോകത്ത് ഇരട്ട പൗരത്വമുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ വസിക്കുന്ന ഏക നാട് ഇസ്രായേലാണ്. നമുക്ക് എത്ര പൗരത്വം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ നമുക്ക് അഭിമാനത്തോട് പറയാം, ഒറ്റ പൗരത്വമേ എനിക്ക് നിങ്ങൾക്കുള്ളൂ, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പൗരത്വം മാത്രം. ചില രാഷ്ട്രങ്ങൾ ഇരട്ട പൗരത്വം കൊടുക്കുന്നു, ഇന്ത്യ ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല. വേറെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് പൗരത്വം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇന്ത്യക്കാരനല്ല എന്നുള്ളതാണ്. പക്ഷെ ഇസ്രായേലികളായ ആളുകൾക്ക് ഇരട്ട പൗരത്വം ഉണ്ട്. അവൻ ഇസ്രായേലി ആയിരിക്കുമ്പോഴും അമേരിക്കക്കാരനാണ്, അവൻ ഇസ്രായേലി ആയിരിക്കുമ്പോഴും കാനഡക്കാരനാണ്, അവൻ ഇസ്രായേലി ആയിരിക്കുമ്പോഴും ബ്രിട്ടന്റെ ആളാണ്. ഇങ്ങനെ ഓരോ അവർ കടന്നു വന്ന നാട്ടിലെ പൗരത്വം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് എന്താ വെച്ചാൽ സ്വസ്ഥതയില്ല, ഇവിടെ വിട്ട് എപ്പോഴും പോകേണ്ടി വരില്ലേ, അത് ഇസ്രായേൽ ഭരണകൂടം അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ കുടിയേറി പാർത്തവർക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ ഈ കെ ജയദേവൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ആ നാട്ടിലേക്ക് കുടിയേറി പാർത്തിട്ടും ആ നാട്ടിലെ ജനസംഖ്യ 36% ഉണ്ടായിരുന്നുള്ളൂ. മൊത്തം ഫലസ്തീനികളുടെ ജനസംഖ്യയും ഇസ്രായേലിലെ ജനസംഖ്യയും തമ്മിൽ കൂട്ടി നോക്കുമ്പോഴത്തേക്കും കുടിയേറി പാർത്ത ഇസ്രായേലുകളുടെ ജനസംഖ്യ 36%. ഈ 36% കുടിയേറി പാർത്ത ഇസ്രായേലികൾക്ക് വേണ്ടി ഐക്യരാഷ്ട്ര സഭയുടെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അവർക്ക് വിവിധം വെച്ച് കൊടുത്ത സ്ഥലം എത്രയെന്നറിയോ? ഫലസ്തീനിന്റെ 55% ഭൂമി. 36% ആളുകൾക്ക് വേണ്ടി ഫലസ്തീനിന്റെ 55% ഭൂമിയാണ് അന്താരാഷ്ട്ര ശക്തികൾ നിർബന്ധിച്ച് ഫലസ്തീനികളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന്, തെമ്മാടി രാഷ്ട്രത്തിന് വിട്ടുകൊടുത്തത്. നിവൃത്തിയില്ലായിരുന്നു, ആളുകൾക്ക് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നു. അങ്ങനെയാണ് ആദ്യത്തെ നഖബ സംഭവിക്കുന്നത്, ആദ്യത്തെ കുടിയൊഴിപ്പിക്കൽ. ലക്ഷക്കണക്കിനാണ്, 7 ലക്ഷം ആൾക്കാർ അതിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്നാണ്. 46 കാലഘട്ടങ്ങളിലാണ്. അവിടെ നമ്മോട്ട് പിന്നീട് ഫലസ്തീനിന്റെ 85% ഭൂമി ഇസ്രായേൽ പിന്നെ കയ്യേറി. 55% അന്താരാഷ്ട്ര സമൂഹം അവർക്ക് വിട്ടുകൊടുത്തിട്ട് ബാക്കി മതിയാവാകാതെ ഇവർ ഫലസ്തീന്റെ ബാക്കി 85% ഭൂമിയും കയ്യേറി കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഫലസ്തീൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഗസയുടെ ഒരു മൂല, പിന്നെ ബാക്കി വെസ്റ്റ് ബാങ്ക്, ഇതിന്റെ രണ്ടിന്റെ ഇടക്ക് ഇസ്രായേലാണ്. ഈ 2 സ്ഥലവും ഫലസ്തീനികളുടെ കീഴിലുള്ള അവർക്ക് സ്വയംഭരണാവകാശമുള്ള സ്ഥലമാണെന്ന് പറയുമ്പോഴും ഏത് സമയത്തും ഇസ്രായേലി പോലീസിനും പട്ടാളത്തിനും കടന്നു കയറാവുന്ന ഈ 2 മേഖലകളിൽ കഴിയുന്ന മുസ്ലിങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ പോലും കഴിയുന്നില്ല. അതിനിടയ്ക്ക് ബാക്കി ഇസ്രായേലാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രയാസം സഹിച്ച്, പീഡനം സഹിച്ച് കഴിഞ്ഞുകൂടുന്ന ഈ ജനത, ഈ നാട് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഏത് രീതിയിലെന്നറിയോ? ഉസ്മാനിയ സാമ്രാജ്യം, ലോകത്തുണ്ടായിരുന്ന അവസാനത്തെ മുസ്ലിം ഖിലാഫത്തിന്റെ അവസാനത്തിന് പറയാൻ കഴിയില്ല, അവസാനത്തിന് കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന അവിടുത്തെ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ 1-ാം ലോകമഹായുദ്ധത്തിന് മുമ്പ് തുർക്കി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന സമയത്താണ് ഹെർസഗലിനെ പോലുള്ള ഇസ്രായേൽ സയനിസ്റ്റുകളുടെ നേതാവ് ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് വൻ തുക ഓഫർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ജൂതന്മാർക്ക് ഫലസ്തീനിൽ താമസ സൗകര്യം തരികയാണെങ്കിൽ തുർക്കിയുടെ മുഴുവൻ വിദേശ കടവും ഞങ്ങൾ വീട്ടിക്കൊള്ളാം. അവസാനം സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ അദ്ദേഹം അധികാരം നഷ്ടപ്പെടുന്നതിനും പറഞ്ഞു വെച്ച സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫലസ്തീനിന്റെ 1 ഇഞ്ച് ഭൂമി പോലും ഞാൻ നിങ്ങൾക്ക് തരില്ല. എന്റെ പൂർവികർ രക്തം ചിന്തി നേടിയെടുത്ത മണ്ണാണിത്. എന്നിട്ട് തന്റെ ഇടയിൽ വർത്താനം നോക്കിക്കോളി. ഫലസ്തീന്റെ 1 ഇഞ്ച് ഭൂമി പോലും ജൂതന്മാർക്ക് താമസിക്കാൻ ഞാൻ വിട്ടുതരില്ല. എന്റെ പൂർവികർ രക്തം ചിന്തി നേടിയെടുത്ത മണ്ണാണിത്, അത് ചില്ലിക്കാശുകൾക്ക് വേണ്ടിയിട്ട് ജൂതന്മാർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാവുകയില്ല എന്ന അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ ആ പ്രഖ്യാപനത്തോടെ ജൂതന്മാർക്ക് മനസ്സിലായി ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഉസ്മാനിയ സാമ്രാജ്യം, ഉസ്മാനിയ ഖിലാഫത്ത് നിലനിൽക്കുന്ന കാലത്ത് ഫലസ്തീൻ കിട്ടില്ല. അതിന്റെ പേരിൽ നടന്ന ഉപജാപങ്ങൾക്കൊടുവിൽ അദ്ദേഹം നിഷ്കാസിതനാകുന്നു, ഖിലാഫത്ത് തകരുന്നു, തുർക്കി ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെടുന്നു, ആ സ്ഥാനത്തേക്ക് ബ്രിട്ടൻ കടന്നു വരുന്നു, ഫലസ്തീൻ പിടിച്ചെടുക്കുന്നു. മുൻധാരണയനുസരിച്ച് ജൂതന്മാരും സയനിസ്റ്റുകളും തമ്മിലുള്ള മുൻധാരണയനുസരിച്ച് ഫലസ്തീൻ അവർക്ക് വിട്ടുകൊടുക്കുന്നു. മുസ്ലിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അധികാരം നഷ്ടപ്പെട്ടു പോയി. അധികാരമില്ലാതെ പിന്നെന്ത് ചെയ്യാനാണ്? യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട തുർക്കി ഒരു മൂലയിലേക്ക്, ഒരു യൂറോപ്പിന്റെ രോഗിയായിട്ട് ആ രാഷ്ട്രം ഒതുങ്ങിപ്പോയി. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്നെ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ നടന്ന യഥാർത്ഥത്തില് ക്രിസ്ത്യൻ ജൂത ഗൂഢാലോചനയാണ്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, ഇന്ത്യ രാജ്യത്ത് BJPയെ ചെറുക്കാൻ നമ്മളുടെ കൂടെ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ചൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ. ആ ആളുകൾ ക്രിസംഖികൾ എന്ന പേരിൽ നമ്മൾ അങ്ങനെ ഓമനപ്പേരിട്ട് വിളിക്കേണ്ടി വന്നിരിക്കുകയാണ്. സംഖ്യകളോടൊപ്പം ക്രിസംഖികളും കൂടെ എന്ന് മുസ്ലിം സമൂഹത്തിൽ ഇപ്പൊ അരമനകളിൽ നിന്നും പുറത്തു വരുന്ന ലീക്കായി വന്ന സംസാരങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്.
ഞങ്ങൾ സമ്പൂർണ്ണമായി BJPക്ക് ഒപ്പമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വർഗീയതയിലൊക്കെ വിടാൻ വേണ്ടി പറയുന്നില്ല, സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ ഒറ്റയ്ക്കാണ് ഈ പോരാട്ടത്തിൽ. ഇത് ഒരു വമ്പിച്ച അന്താരാഷ്ട്ര തലത്തിലുള്ള ജൂത ക്രിസ്ത്യൻ ഗൂഢാലോചനയുടെ ഫലമാണ് ഗസ അല്ല ഫലസ്തീൻ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്രയേൽ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഏതെങ്കിലും ഒരു മനസ്സ് മുസ്ലിമിനുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെച്ചതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികൾ റുഹമാഉ ബൈനഹും, വിശ്വാസ സമൂഹത്തിനിടയിൽ കരുണയോടെ വർത്തിക്കുന്നവരും, അഷിദ്ദാഉ അലൽ കുഫാർ, നിഷേധികൾക്കെതിരിൽ കടുത്ത നടപടിയും തീരുമാനവുമായി മുമ്പോട്ട് പോകുന്നവരാണ്. നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ നിലപാടില് ഒരിഞ്ചു മാറാതെ വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലക്ക് ഫലസ്തീനികളോട് ഐക്യപ്പെട്ടുകൊണ്ട്, അത് നമ്മുടെ ധാർമ്മിക ബാധ്യതയാണ്, മതം നമ്മളോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കി ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ജീവിതത്തിന്റെ അവസാനം വരെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി തന്നെ നിലകൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിക്കാത്ത മനസ്സ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്. പലരും വിചാരിച്ചിരിക്കുന്ന ജൂതന്മാരൊക്കെ ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നവരാണെന്ന്. ഇസ്രായേലിൽ തന്നെ ജീവിക്കുന്ന ഹറേദി ജൂതന്മാർ എന്ന് പറഞ്ഞൊരു ജൂത വിഭാഗമുണ്ട്. അവരുടെ അഭിപ്രായത്തില് ഇസ്രായേൽ രാഷ്ട്രം എന്നേ ഇല്ലാതാവേണ്ട രാഷ്ട്രമാണ്. ഇതിപ്പോ ഇസ്രായേലിലെ എല്ലാ പൗരന്മാർക്കും സൈനിക സേവനം നിർബന്ധമാണ്. പക്ഷെ ഹരേദി ജൂതന്മാരെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നത് തന്നെ രാഷ്ട്രത്തിന്റെ ഒരു പ്രവർത്തനങ്ങളിലും അവർ നിർബന്ധിച്ച് ഇടപെടിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ്. അവരുടെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു രാഷ്ട്രം ഉണ്ടാക്കുക എന്നത് തന്നെ തോറയ്ക്ക് വിരുദ്ധാണ്. അവര് പറയുന്നത് മിശിഹ വരാനുണ്ട്, മിശിഹ വന്നു കഴിഞ്ഞ് മിശിഹ സ്വയം വന്ന് രാഷ്ട്രം സ്ഥാപിക്കുന്നത് വരെ രാജ്യപൃഷ്ഠരായി അലഞ്ഞു തിരിയുക എന്നുള്ളതാണ് യഹോവ നമുക്ക് ഏർപ്പെടുത്തിയ സംഗതി. അത് അംഗീകരിച്ച് ജീവിക്കുക, മിശിഹ വരുമ്പോഴത്തേക്ക് രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു വായന തോറയുടെ അടിസ്ഥാനത്തിൽ അവർ വായിക്കുമ്പോഴത്തേക്കും ആ വായനക്ക് തീരെ അർത്ഥമില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇവിടെ സംഭവിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ, തീവ്ര ക്രൈസ്തവ ജൂതലോബികൾ അവർ ബൈബിളിനെയും തോറയെയും തെറ്റായി വായിച്ച് അവിടെ കുതന്ത്രം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ഇസ്രായേൽ ഇപ്പോഴും ശക്തമായ പിന്തുണ കൊടുത്ത് അവരുടെ കൂടെ നിൽക്കുന്നത്. ഈ പിന്തുണ ഇവർക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ പിന്തുണ, ക്രൈസ്തവ രാഷ്ട്രം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. നമ്മളെ പടിഞ്ഞാറൻ രാജ്യങ്ങളെന്ന് ഇങ്ങനെ ആരെയും നോവിക്കാതെ പറയാനുള്ള ആഗ്രഹിക്കുന്നത്. നമ്മളോട് ശത്രുത കാണിക്കുന്ന ആളുകളുടെ തനിനിറം തുറന്നു പറയുന്നത് നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. ബ്രിട്ടനെ പോലെ, അമേരിക്കയെ പോലെ, കാനഡയെ പോലെ ഇങ്ങനെ തീവ്രമായി അവിടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രങ്ങളുടെ പിന്തുണ നമ്മൾ കാണുന്നുണ്ട്. ഈ പിന്തുണ എന്ന് ഇസ്രായേൽ ഇല്ലാതാകുന്നു അന്ന് ഇസ്രായേൽ ഇല്ലാതാകുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ലാ യുഖാതിലൂനകും ഇല്ലാ ഫീ ഖുറം മുഹസ്സനത്തിൻ ഔ മിൻ വറാഇ ജുദുർ ബഅ്സുഹും ബൈനഹും ശദീദ്. വിശ്വാസികളെ, ഈ ജൂതന്മാർ നിങ്ങളോട് പോരാടുകയില്ല ഇല്ലാ ഫീ ഖുറം മുഹസ്സന, ബലിഷ്ഠമായ കോട്ടകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ടല്ലാതെ. നേർക്ക് നേരെ നമ്മളോട് പോരാടാൻ ജൂതന് ഭയമാണ്. ജൂതനെ താങ്ങാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ജൂതൻ വിശ്വാസികളോട് പോരാടുകയുള്ളൂ. അപ്പൊ ജൂതന് ചാരി നിൽക്കാൻ മുതുക കൊടുക്കുന്നത് ഈ തീവ്ര ക്രൈസ്തവ രാഷ്ട്രങ്ങളാണ് എന്ന് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുദ്സിനു വേണ്ടി പോരാടാൻ വിശ്വാസികൾ രംഗത്തേക്ക് ഇറങ്ങണം. ഖുദ്സ് ജൂതന്മാർ മാത്രമല്ല ആഗ്രഹിക്കുന്നത്, ക്രിസ്ത്യാനികളും ഖുദ്സിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നൊരു ജനവിഭാഗമാണ്. അവരതിനു വേണ്ടി വർഷങ്ങളോളം മുസ്ലിങ്ങളോട് പോരാടിയിട്ടുണ്ട്. പക്ഷെ എവിടെയും അവരുടെ പോരാട്ടം വിജയത്തിലെത്തിയിട്ടില്ല. അവരെപ്പോഴൊക്കെ ഖുദ്സ് കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ അധികം വൈകാതെ തന്നെ ആ നാട് മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്.
അത് അവർക്കറിയാം. ഖുദ്സിന് വേണ്ടി മുസ്ലിങ്ങളോട് പോരാടിക്കഴിഞ്ഞാൽ ആ പോരാട്ടം പരാജയത്തിലേക്ക് കലാശിക്കൂ എന്ന കാര്യം ക്രിസ്ത്യാനികൾക്ക് നന്നായിട്ടറിയാം. ഇന്നിപ്പോ വേറൊരു ദിനത്തിന്റെയും കൂടെ ഒരു വാർഷിക ദിനാണ്, അജനാദൈൻ യുദ്ധം എന്ന് പറഞ്ഞിട്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തില് ഈ ക്രൈസ്തവ യൂറോപ്പിന് മുസ്ലിം പക്ഷത്ത് നിന്ന് കിട്ടിയ രണ്ടാമത്തെ അടിയാണ് അജനാദൈൻ യുദ്ധം. അജനാദൈൻ യുദ്ധം നടക്കുന്നത് ഷാം പ്രദേശത്താണ്. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തബൂക്ക് ആദ്യത്തെ യുദ്ധം ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തി വിജയം വരിച്ചിരുന്നല്ലോ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അടി ക്രൈസ്തവ യൂറോപ്പിന്, ബൈസാന്റിയൻ സാമ്രാജ്യം എന്ന അന്നത്തെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനേറ്റ പരാജയം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു പോരാട്ടത്തിൽ മുസ്ലിങ്ങൾ അന്ന് വിജയിച്ച ജമാദുലൂലയിലാണ് ആ സംഭവം നടക്കുന്നത്. ആ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അജനാദൈൻ യുദ്ധമൊക്കെ അവിടെ തുടങ്ങി ബാക്കി എല്ലാ യുദ്ധങ്ങളും മുസ്ലിങ്ങളുമായിട്ട് നടന്ന യുദ്ധങ്ങളുടെയൊക്കെ പരാജയം നന്നായിട്ട് ക്രൈസ്തവ യൂറോപ്പിനറിയാം. അതുകൊണ്ട് ഈ പോരാട്ടത്തില് അവരവരുടെ ഒപ്പം കൂട്ടിയിരിക്കുകയാണ് ജൂതന്മാരെ. നമ്മളത് തിരിച്ചറിയണം. ഈ നാടിനു വേണ്ടി, അതിന്റെ മോചനത്തിനു വേണ്ടി നമ്മൾ അശ്രാന്തം പരിശ്രമിക്കണം. ഈ പോരാട്ടത്തില് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ആ യുദ്ധമുഖത്തല്ല ഉള്ളത്, നമ്മൾ വേറെ നാട്ടിലാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമുക്ക് കഴിയണം. സാമ്പത്തികമായി ഇത്തരത്തിലുള്ള ശക്തികളെ തളർത്താൻ നമുക്ക് സാധിക്കും. അതെങ്കിലും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഫലസ്തീനികൾക്കൊപ്പം നമ്മളില്ല എന്ന് മനസ്സിലാക്കുക. നാളെ പോരാളികളായി രക്തസാക്ഷിത്വം വരിച്ച് അള്ളാഹുവിന് മുമ്പിൽ അവർ മഹ്ശറിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്കും അവരുടെ വിരല് ചൂണ്ടുക നമുക്കെതിരെയായിരിക്കും. നാദാ, ഗസയിൽ ഞങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞിരുന്ന ഈ ആളുകൾ ഞങ്ങളെ കൊല്ലാൻ, ഞങ്ങൾക്കെതിൽ നിന്ന ശക്തികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് സുഖിച്ച ആളുകളാണ് എന്ന് പറഞ്ഞൊരു പക്ഷേ ഫലസ്തീനികൾ നാളെ നമുക്കതിന് വിരൽ ചൂണ്ടിയേക്കാം. കരുതിയിരിക്കുക. ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ആ ഒരു പോരാട്ടത്തിന് നമ്മൾ തുടക്കമിടാൻ നമുക്ക് കഴിയണം. അതിനെ തുടർത്തിക്കൊണ്ടുപോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ വക്താക്കളെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഫലസ്തീനികൾക്ക് അല്ലാഹു വിജയം നൽകുമാറാകട്ടെ. ദുആ വസിയത്ത് ചെയ്യാനായി ചില സഹോദരങ്ങൾ പലരും രോഗികളായിട്ട് കഴിയുന്നുണ്ട്, പല ആളുകളുടേതും. അല്ലാഹു അവരുടെയൊക്കെ രോഗത്തിന് ശമനം നൽകുമാറാകട്ടെ, ശാന്തി അവർക്ക് നൽകുമാറാകട്ടെ. നാദാ, ഏതൊക്കെ രോഗം കൊണ്ട് ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ, ഞങ്ങളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരും അല്ലാത്തവരുമായ പല സഹോദരങ്ങളും എല്ലാവരുടെയും എല്ലാ പ്രയാസവും അറിയുന്നവൻ നീയാണ്. നാദാ, അവർക്കെല്ലാം സമാധാനം നൽകണേ അല്ലാഹുവേ, ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചോനെ, ഞങ്ങളിൽപ്പെട്ട കച്ചവടക്കാരെ അല്ലാഹുവേ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥന്മാരും പല നിലക്ക് പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ നീ ഐശ്വര്യം ചൊരിയുകയും നിന്നെ ആശ്രയിച്ച് നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിത സാഹചര്യം ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നതാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.